ഹലോ ഓൾ. അപ്പോൾ നമ്മളിന്ന് PYQ സീരീസിൻ്റെ പാർട്ട് 3 കടന്നിരിക്കുകയാണ് എക്കണോമിക്സിൻ്റെ. അപ്പോൾ 2020 ഓൾറെഡി 2 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 5-6 ടോപ്പിക്കുകൾ കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ഇയർ പ്ലാൻസും ന്യൂ ഇക്കണോമിക് റിഫോംസ് എന്ന് പറഞ്ഞ 2 ഏരിയയിൽ 2020 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻസിൽ ചോദിച്ച ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? ഹരിത വിപ്ലവം, ഗരീബി ഹഠാവോ, വ്യവസായവൽക്കരണം, പുത്തൻ സാമ്പത്തിക നയം. ഇതിലേതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഏതാണ് ആ കാലഘട്ടം എന്നുള്ളതാണ്. വർഷം വെച്ചിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എലിമിനേഷൻ വഴി നമുക്ക് കുറച്ച് ക്വസ്റ്റൻസ് വേണമെങ്കിൽ കളയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹരിത വിപ്ലവം ഉണ്ട്, ഗരീബി ഹഠാവോ ഉണ്ട്. ഗരീബി ഹഠാവോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി 4-5 പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൽ 5ാം പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത് നമുക്കറിയാം. പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ 90 കാലഘട്ടത്തിലായിരുന്നു, മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ എ ഏതാണ്? ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്, മൂന്നാം പഞ്ചവത്സര പദ്ധതി കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, അതായത് 1961 മുതൽ 66 വരെ ഉള്ള കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് എന്ത്? ഹരിത വിപ്ലവം. ഇത് 1960കളുടെ മധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ 65-66 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഔദ്യോഗികമായി നടപ്പിലാക്കി തുടങ്ങിയെങ്കിലും ഇതിനായുള്ള പ്രധാന പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും വാർഷിക പദ്ധതികളുടെ കാലത്താണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം 1960കളുടെ സമയത്താണ് ഇന്ത്യ പാക് യുദ്ധങ്ങളൊക്കെ വരുന്നത്. 62, 65, 68, 71 കാലഘട്ടത്തിലൊക്കെ എന്താണ്? യുദ്ധസമാന സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? പഞ്ചവത്സര പദ്ധതികൾ ഈ ഒരു കാലഘട്ടത്തിലൊന്ന് നിർത്തലാക്കിയിട്ട് വാർഷിക പദ്ധതികൾ, ആനുവൽ പ്ലാൻസ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 5 ഇയർ പ്ലാൻസ് സ്റ്റോപ്പ് ചെയ്ത് ഒരു 3ാം പദ്ധതി നിർത്തലാക്കി 4ാം പദ്ധതിക്ക് മുന്നേ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രധാനമായിട്ടും ഹരിത വിപ്ലവത്തിന് മുന്നേറ്റങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് 3ാം പദ്ധതി കാലത്താണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എന്ന് തന്നെയാണ് ഉത്തരം കൊടുക്കുക. പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നത് 3ഉം 4ഉം പഞ്ചവത്സര പദ്ധതികൾക്കിടയിലുള്ള ആനുവൽ പ്ലാൻസിൻ്റെ സമയത്താണ്. 66 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിലാണ്. പ്രധാനമായിട്ടും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വാസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവമാണ്. ഇംപ്ലിമെൻറ്റഡ് ത്രൂ, എന്തിലൂടെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നാണ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അമൂൽ വരും, മിൽമ. ഇത് നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. NDDB, NCDC. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാം. ഇതിലേതാണ്? നമുക്ക് പെട്ടെന്ന് ചാടിക്കയറിയ അമൂൽ എഴുതാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എങ്ങനെ ആൻസർ വന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ആൻസർ ബി ആണ്, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് അഥവാ NDDB ആണ്. എന്തുകൊണ്ടാണ് NDDB എന്ന് ചോദിച്ചാൽ, ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വാസ് ഫൗണ്ടഡ് ഇൻ 1965 and was responsible for planning, funding and implementing Operation Flood Program. അപ്പോൾ ഓർക്കേണ്ടത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1965 സ്ഥാപിക്കപ്പെടുന്നത്. എന്തിനായിരുന്നു? ഫോർ ദ പ്ലാനിങ്, ഫണ്ടിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പ്ലാനിങ് തയ്യാറാക്കിയതും അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തിയതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുമായിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്, NDDB ആണ്. അത് സുപ്രധാനമായിട്ടുള്ളൊരു ഫാക്റ്റാണ്. അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. which was India's initiative to become self-sufficient in milk production and was the world's largest milk producer. അതായത് ഇന്ത്യ ഒരു ഫുഡ് ഡെഫിഷ്യൻ്റ് ആയിരുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഫുഡ് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് സഹായിച്ച പ്രധാന പദ്ധതിയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് എന്ത്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ബോർഡ്. അമൂൽ ഈസ് എ കോപ്പറേറ്റീവ് ബ്രാൻഡ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമൂൽ എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് ബ്രാൻഡാണ്. That was a significant part of the program's success, but the NDDB was the implementing body. ഇത് നടപ്പിലാക്കിയ ബോഡി എന്തിലൂടെയാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDDBയിലൂടെയാണ്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശസ്ത ബ്രാൻഡായിരുന്നു അമൂൽ എന്ന് പറയുന്നത്. ആനന്ദ് മിൽക്ക് കോർപ്പറേഷൻ യൂണിയൻ, അല്ലെങ്കിൽ ആനന്ദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ സ്ഥലത്തായിരുന്നു ഇത് പ്രധാനമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന ബ്രാൻഡാണ് അമൂൽ എന്ന് പറയുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കിയ ഒരു ഏജൻസി, ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഏജൻസി എന്ന് പറയുന്നത് NDDB ആണ് എന്ന ഫാക്റ്റ് ഓർത്തു വയ്ക്കുക. 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട് നടന്ന സംഭവങ്ങളിലൊന്നാണ് ഈ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ,
സെലക്ട് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളൊരു ആദ്യം ആൻസർ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. എവിടെയാണ് കറക്റ്റ് ആൻസറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്, ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആൻസറാണ് കണ്ടെത്തേണ്ടത്. യുണീക്ക് ഒബ്ജക്റ്റീവ് ഓഫ് ദ 8th പ്ലാൻ. അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 8th പ്ലാനാണ് യുണീക്ക് ഒബ്ജക്റ്റീവാണ്. ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും, യുണീക്ക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കോമൺ ആയിരിക്കും. ഇപ്പോൾ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു കോമൺ ഗോളാണ്, എല്ലാ പദ്ധതികളുടെയും കോമൺ ഗോളാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് യുണീക്ക് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ അച്ചീവിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ചിലപ്പോൾ ഒന്നിലധികം പദ്ധതികൾക്ക് കോമൺ ആയിട്ടുള്ള പേരുകളുണ്ടാവും. ഈ ഫുഡ് സഫിഷ്യൻസി കൈവരിക്കുക അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ ഒന്നിലധികം പദ്ധതികൾക്ക് കോമൺ ആയിട്ട് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യുണീക്നെസ് ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അച്ചീവിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉണ്ട്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ദെയർ ബൈ ഇറാഡിക്കേറ്റിംഗ് ഇലിറ്ററസി ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 35 years. ഇതൊരു ലോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാക്ച്വലി കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കാരണം ഇതൊരു ലോങ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്നിലധികം പദ്ധതികളിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അടുത്തെന്ന് പറയുന്നത് അച്ചീവിങ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 2.4% per annum. അതായത് ഒരു വർഷത്തിൽ 2.4 8th പ്ലാനൊക്കെ ആകുമ്പോഴേക്കും ഒരു ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനുള്ള എന്ന് പറയുന്നത് 2.4 എന്ന് പറയുന്നത് വളരെ ലോ റേറ്റ് ആണ്. അതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റി കുറവാണ്. നാലാമത്തത് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് സോൾവിങ് എ ഫോറിൻ എക്സ്ചേഞ്ച് പ്രോബ്ലം. ഇതൊരു ശരിയായിട്ടുള്ള ആൻസർ ആണോ എന്നൊരു സംശയത്തിലേക്ക് നമുക്ക് വരാം. കാരണം 8th പ്ലാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കണക്ഷൻ ചിലപ്പോൾ മനസ്സിലേക്ക് വരാം. അപ്പോൾ നോക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു പദ്ധതി എന്താണെന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇത് വരാം. അതായത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ദെയർ ബൈ, വീണ്ടും പറയുന്നുണ്ട് ഒരു കോമൺ ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എലിമെൻ്ററി എഡ്യൂക്കേഷൻ കൈവരിക്കുക എന്നുള്ളത്. അതിന് കൂടുതലായിട്ട് കുറച്ചുകൂടെ സ്പെസിഫിസിറ്റി ആയിട്ട് പറയുന്നുണ്ട് ഇറാഡിക്കേറ്റിംഗ് ഇലിറ്ററസി ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 15 to 35 years. അപ്പോൾ നമുക്ക് കുറച്ച് ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. Universalization of elementary education was a unique and important objective of the 8th 5-year plan. ഇത് 1992 മുതൽ 1997 വരെയുള്ള കാലഘട്ടം. The plan aimed to promote human development which included a focus on education, healthcare infrastructure and safe drinking water. അപ്പോൾ ഈ 8th പ്ലാനിൽ ഉന്നം വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ് പാർട്ടുകളായിരുന്നു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നൊക്കെ പറയുന്നവ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എന്ത് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുകൂടാതെ അതിനകത്ത് വീണ്ടും സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സ്പെസിഫിക്കലി എയിംഡ് ടു ഇറാഡിക്കേറ്റ് ഇലിറ്ററസി എമംഗ് പീപ്പിൾ ഏജ്ഡ് 15 to 35 years എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ ബി ആണ് ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ 4. Consider the following statements. The knife edge problem in the Harrod-Domer model growth implies a constant. എന്താണ്, അതായത് ഹരോദ് ഡോമർ മോഡൽ എന്ന് പറയുന്ന 1ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഒരു ഹാർഡ് ക്വസ്റ്റൻ ആണ്. നമുക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യണമെങ്കിൽ. ഇതിൽ PSC കൊടുത്തിരുന്ന ഉത്തരങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് റെഫറൻസ് ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ PSC കൊടുത്തിരിക്കുന്ന ഉത്തരം നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എന്താണ് ഹരോദ് ഡോമർ മോഡൽ എന്നും ഇതിൻ്റെ നൈഫ് എഡ്ജ് പ്രോബ്ലം എന്തായിരുന്നു എന്നും നമ്മൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ചെറിയ ഹരോദ് ഡോമർ മോഡൽ എന്ന് പറയുന്നത് കുറച്ച് എലാബറേറ്റ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ചെറിയ രീതിയിലുള്ള അനാലിസിസ് നടത്തി നോക്കാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ നൈഫ് എഡ്ജ് പ്രോബ്ലം ഇൻ ദ ഹരോദ് ഡോമർ മോഡൽ implies a constant rate of population growth, output, rate of saving, capital output ratio. Of the statements, 4 alone is correct, 1 and 2 are correct, 1, 2, 3 are correct and 1, 3, 4 are correct. അപ്പോൾ ഇത് KSൻ്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആ ഒരു നിലവാരം പുലർത്തുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. PSC കൊടുത്തിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്, അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അപ്പോൾ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഹരോദ് ഡോമർ മോഡൽ, അതായത് 1ാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എടുത്തിരുന്ന ഒരു ഗ്രോത്ത് മോഡലായിട്ടുള്ള ഹരോദ് ഡോമർ മോഡലിൻ്റെ ഒരു നൈഫ് എഡ്ജ് പ്രോബ്ലം എന്തായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൺസിഡർ ചെയ്തത് എന്ത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് അതൊരു പ്രശ്നമായിട്ട് മാറിയത്. റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണോ, ഔട്ട്പുട്ട് ആണോ, റേറ്റ് ഓഫ് സേവിങ് ആണോ, അഥവാ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണോ എന്ന ചോദ്യത്തിന് PSC പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തതാണ് അതിൻ്റെ പ്രശ്നമെന്നാണ്. അപ്പോൾ ഈ പറയുന്ന 4ാമത്തെ ഓപ്ഷൻ എന്തായാലും ശരിയാണ്. അതിൻ്റെ കൂടെ മറ്റ് ഓപ്ഷൻസും കൂടി ശരിയായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, the knife edge problem in the Harrod-Domer model refers to the extreme sensitivity of growth to maintaining an equilibrium among critical factors. അപ്പോൾ
ഹരോത്ത് ഡോമർ മോഡൽ സക്സസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ഹരോത്ത് ഡോമർ മോഡൽ പറയുന്ന രീതിയിൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ ചില ഫാക്ടേഴ്സ്, ചില ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ സെയിം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളാണ്. അതിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഈ മോഡലിനെ മൊത്തത്തിലേക്ക് മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് മനസ്സിലാക്കാം. അതിന് മുന്നേ ദ മോഡൽ അസ്യൂംസ് എ ഫിക്സഡ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ ആയിരുന്നു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഈ മോഡൽ അസ്യൂം ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ സെയിം ആണെന്നാണ്. ഈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്താണെന്ന് നമ്മൾ അറിയണം. അത് നമുക്ക് പറയാം. To ensure proportionality in growth, constant growth requires savings rate to match both the capital output ratio and the population growth rate. അതായത് ഗ്രോത്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ സേവിങ്സ് റേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോമായും പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റുമായിട്ടും എപ്പോഴും മാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷനുകളായിട്ടും അതൊരു ചെറിയ കണക്ഷൻ വരുന്നുണ്ട്. Any deviation from this equilibrium leads to instability where the economy can either stagnate or overheat. ഈ പറയുന്ന കണ്ടീഷൻസ് ഒന്നും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാലും ഈ പറയുന്ന ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറാം, അത് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്തും സ്റ്റിൽ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമുക്ക് ഈ ഹരോത്ത് ഡോമർ മോഡൽ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹരോത്ത് ഡോമർ എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. 1939-ലും 1946-ലുമായിട്ട് ഹരോത്തും ഡോമർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു പ്രധാനമായിട്ടും ഇതിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇതിനുശേഷം ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിലും ഈ ഒരു മോഡലിനെ ആശ്രയിച്ചിട്ടായിരുന്നു നമ്മളൊരു പ്ലാൻ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഇത് ഫോളോ അപ്പ് ചെയ്ത സമയത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്രിറ്റിസിസംസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഹരോത്ത് ഡോമർ മോഡൽ എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഹരോത്ത് ഡോമർ മോഡൽ കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യുന്നുണ്ട്. കൂടാതെ ഗ്രോത്ത് റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ചില അസംഷൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചാർട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കയ്യിൽ സാലറി കൂടി എന്ന് കരുതുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാലറി ഹൈക്കായി കൂടി എന്ന് കരുതുക. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? സേവിങ്സ് കൂടും. നമ്മുടെ വരുമാനം കൂടുമ്പോൾ സേവിങ്സ് കൂടുന്നു. സേവിങ്സ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. നമ്മുടെ പ്രധാനമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിനകത്ത് നിന്ന് കൂടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് വർദ്ധിക്കുന്നു. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? ഇക്കണോമിക്ക് ഒരു വളർച്ച ഉണ്ടാകുന്നു, അഥവാ ഇക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും എന്ത് പറ്റുന്നു? സേവിങ്സ് കൂടുകയും സാലറി കൂടുകയും സേവിങ്സ് കൂടുകയും ഇതിങ്ങനെ ഒരു ചാക്രിക പ്രവാഹമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹരോത്ത് ഡോമർ മോഡൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ സേവിങ്സ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമെന്ന് നമ്മൾ പറഞ്ഞു. സേവിങ്സ് കൂടുന്ന സമയത്ത് അത് മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും എന്നാണ് ഹരോത്ത് ഡോമർ മോഡൽ പറയുന്നത്. അതങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് 3 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. നമ്മളിവിടെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഫാക്ടർ 3 തരത്തിലുള്ള ഇക്കണോമിക് ഗ്രോത്തുകളാണ് ഉദ്ദേശിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. GA എന്ന് പറയുന്നതും GW എന്ന് പറയുന്നതും GN എന്ന് പറയുന്നതുമായിട്ടുള്ള 3 ഗ്രോത്തുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GA എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രോത്ത് ആണ്. അതായത് GDP വളർച്ച ഉണ്ടാകുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് GDP വളർച്ചയാണ്. അത് GDP വളർച്ച ഉയരുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ ഗ്രോത്ത് ആക്ച്വലായിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. അതാണ് സിംപ്ലി പറഞ്ഞാൽ GA എന്ന് പറയുന്നത്. GW എന്ന് പറയുന്നത് വാറണ്ടഡ് ഗ്രോത്ത് ആണ്. അതായത് ഒരു ഇക്കണോമിയിലുള്ള മുഴുവൻ സിസ്റ്റംസും, അതായത് അവിടെയുള്ള മെഷീനറീസും അവിടെയുള്ള മാൻ പവറും ഇതെല്ലാം അവരുടെ മുഴുവൻ എഫിഷ്യൻസിയിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റാം? വാറണ്ടഡ് ഗ്രോത്ത് സംഭവിക്കുന്നു. അവരുടെ മുഴുവൻ എഫിഷ്യൻസിയിലും എല്ലാവരും, എല്ലാ മെഷീൻസും എല്ലാ ആളുകളും മുഴുവൻ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വാറണ്ടഡ് ഗ്രോത്ത് അഥവാ GW ഉണ്ടാകുന്നത്. ഇനി GN എന്ന് പറയുന്നത് നാച്ചുറൽ ഗ്രോത്ത് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പരമാവധി ഗ്രോത്തിലേക്ക് എത്തിക്കുന്നു. അതിനാണ് GN അഥവാ നാച്ചുറൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഈ സിസ്റ്റം അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹരോത്ത് ഡോമർ ഗ്രോത്ത് മോഡൽ അസ്യൂം ചെയ്യുന്നത് ഇത് 3ഉം ഈക്വൽ ആവണം എന്നാണ്. ഇത് 3ഉം ഈക്വൽ ആവണം. ഇതിനെയാണ് നമ്മൾ ഇവിടുത്തെ നൈഫ് എഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു GA ഈക്വൽ ടു GW ഈക്വൽ ടു GN എന്ന് പറയുമ്പോഴാണ് അതിനൊരു നൈഫ് എഡ്ജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് നൈഫ് എഡ്ജ്? ഇതിൻ്റെ അറ്റം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ഷാർപ്പായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് മുഴുവൻ അറ്റൈൻ ചെയ്യണം. അതിനാണ് നൈഫ് എഡ്ജ് ഓഫ് ദ ഹരോത്ത് ഡോമർ എന്ന് നമ്മളിതുകൊണ്ട് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 3 വാല്യൂസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഹരോത്ത് ഡോമറിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു വാല്യൂസ് ഉണ്ടല്ലോ, അതിനകത്തുള്ള കണ്ടീഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്.
അതിന് കാരണം ഇതിൻ്റെ ചില അസംഷൻസ് ആണ്. ഇത് കൂടാതെ ചില അസംഷൻസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇക്കണോമി പ്രവർത്തിക്കണമെങ്കിൽ അവിടെ തേയ്മാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് അസ്യൂം ചെയ്തു. മെഷീനറീസ് ഒന്നും പ്രവർത്തിക്കുമ്പോൾ തേയ്മാനങ്ങൾ ഉണ്ടാവാതെ ഫുൾ എഫിഷ്യൻസിയിൽ പ്രവർത്തിക്കുന്നു. ഏത് GW നമ്മൾ പറഞ്ഞതുപോലെ. കൂടാതെ എല്ലാ ആളുകളും എവിടെ എംപ്ലോയിഡ് ആണ്, അതിനകത്ത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളൊന്നുമില്ല. ആ ഒരു സിസ്റ്റത്തിൽ, ഇന്ത്യ പോലൊരു സിസ്റ്റത്തിൽ എന്താണ്, കുറേ ആളുകൾ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ മുഴുവൻ ആളുകളും എംപ്ലോയിഡ് ആണെന്നുള്ള അസംഷനാണ് എന്ത് ചെയ്യുന്നത്, ഹരോദ് ഡോമർ മോഡലിൽ പറയുന്നത്. കൂടാതെ ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെടുന്നില്ല. ഗവൺമെൻറ് ഇടപെടാതെ ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുമായിട്ട് കച്ചവടങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഒരു രാജ്യത്തിനകത്തുള്ള ഇക്കോണമി പ്രവർത്തനം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതായത് പോപ്പുലേഷൻ വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നല്ല, സ്റ്റാഗ്നൻ്റ് അല്ല. ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് യൂണിഫോമാണ്. യൂണിഫോം ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്ന അടുത്തൊരു അസംഷനാണ്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച സമയത്ത് നമ്മൾ ആദ്യം തന്നെ കണ്ട സാധനമാണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. PSC കണക്കിൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ മാത്രമായിരുന്നു ചോദ്യത്തിന് ഉത്തരം. അതായത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കുമെന്നാണ് ഈ മോഡലിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിമർശനങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ ഡ്രോബാക്കുകളിലൊന്നുമാണ്. കാരണം ക്യാപിറ്റൽ കൂടുമ്പോൾ, നമ്മളിവിടെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു, ഇതിൽ ക്യാപിറ്റൽ കൂടുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഇതിൽ അസ്യൂം ചെയ്യുകയാണ്, ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ സേവിങ്സിലൂടെ വന്നു, സേവിങ്സിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു, നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണെന്നുള്ള അസംഷൻ നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ക്യാപിറ്റലായിട്ട് മാറുകയാണെന്ന് പറയുന്നു. കയ്യിലുള്ള ക്യാപിറ്റൽസ് മുഴുവനും ഔട്ട്പുട്ടായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ കൂടുമ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ടും കൂടും. അപ്പോൾ ഈ മുഴുവൻ ക്യാപിറ്റലും ഔട്ട്പുട്ടായിട്ട് മാറിയാൽ മാത്രമാണ് ഈ പറയുന്ന മോഡൽ എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഇതിന് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസംഷൻ ഉണ്ടായിട്ടുള്ള ഒരു പാകപ്പിഴവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു അസംഷൻ നടത്തുമ്പോഴുണ്ടാകുന്ന റിയൽ ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരു വ്യതിയാനമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഇത്രയും അസംഷൻസിൽ വരുന്ന സ്റ്റാഗ്നൻ്റ് ആയിട്ട് പറയുന്ന വാല്യൂസ് എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു മോഡൽ പ്രവർത്തിക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചെറിയ മാറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിയുമ്പോഴേക്കും ഇക്കണോമിക് മോഡൽ തകരും. അതുകൊണ്ടാണ് ഇതിനൊരു നൈഫ് എഡ്ജ് പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന വാല്യൂസിൽ പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് അല്ല, പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു യൂണിഫോം റേറ്റിൽ പോകണമെന്ന് പറയുന്നു. അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല, അതൊരു പ്രോബ്ലമാണ്. കൂടാതെ റേറ്റ് ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ സാലറി കൂടുമ്പോൾ അയാൾ എത്ര സേവ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സേവിങ്സ് കൂടുമ്പോൾ അത് മുഴുവൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുമെന്ന് പറയുന്നു, അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതും ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. കൂടാതെ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ സ്ഥിരമാണെന്ന് പറയുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് സെഷനിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നൈഫ് എഡ്ജ് പ്രോബ്ലത്തിൽ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഹരോദ് ഡോമർ മോഡൽ എന്താണെന്നും ഈ പറയുന്ന ഹരോദ് ഡോമർ മോഡലിൻ്റെ പ്രധാനപ്പെട്ട അസംഷൻസിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും ഇവിടെ മനസ്സിലായെന്ന് പറയുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു മോഡൽ എന്താണെന്നും ഈ ഒരു വാല്യൂസ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൈഫ് എഡ്ജ് എന്താണെന്നും നൈഫ് എഡ്ജ് പ്രോബ്ലം എന്തായിരുന്നു എന്നും പറഞ്ഞതുകൂടി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. അടുത്തെന്ന് പറയുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുക, മാനവശേഷി വികസനം, സുസ്ഥിര വികസനം, വ്യാവസായിക വികസനം എന്ന് പറയുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 12ാം പഞ്ചവത്സര പദ്ധതി അവസാനം സക്സസ്ഫുള്ളി നിതി ആയോഗ് വരുന്നതിന് മുന്നേ ഏറ്റവും അവസാനം നടപ്പിലാക്കപ്പെട്ടാണ് 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമെന്ന് പറയുന്നത് സി ആണ്, അതായത് സുസ്ഥിര വികസനമാണ്. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതി, അതായത് 2012 മുതൽ 17 വരെ നടന്ന 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന മുദ്രാവാക്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് വേഗത്തിലുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായിട്ടുള്ള വളർച്ച, അഥവാ ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നതായിരുന്നു. ഇതിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്ന വാക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് സുസ്ഥിര വികസനം ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ക ഫാക്ച്വൽ ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തെന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇൻ. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആണ്. എന്നാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ലോഞ്ച് ചെയ്തത്? നമുക്കറിയാം ആൻസർ എന്താണ്, 1951. ഓപ്ഷൻ സി ആണ്. ആൻസർ 1951 മുതൽ 56 വരെയായിരുന്നു ആദ്യത്തെ 5 ഇയർ പ്ലാൻ. പ്രധാനപ്പെട്ടതായിട്ട് അന്ന് അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ. ഏറ്റവും കൂടുതൽ ആളുകൾ അന്ന് ഡിപ്പെൻഡ് ചെയ്തിരുന്ന അഗ്രികൾച്ചറിനെ തന്നെയായിരുന്നു. ഈ അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഗ്നൻ്റ് നേച്ചർ മറികടക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇറിഗേഷൻ പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി വന്നത്. ഇതാണ് ഹരോദ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വന്നത്. കൂടാതെ ഇറ്റ് വാസ് പ്രസൻറ്റഡ് ടു ദ പാർലമെൻറ്റ് ബൈ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ് NDDB എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 1960കളുടെ മധ്യത്തിൽ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കാനായിട്ടാണ് ആദ്യം വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ആൻസർ സി, 1965. ഈ 1965 NDDB ഫൗണ്ട് ചെയ്താരാണ്? നമ്മുടെ ഫാദർ ഓഫ് ദ വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ ആയിരുന്നു ഈ പറയുന്ന
NDDB ഫൗണ്ട് ചെയ്ത ആളെന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ആനന്ദിലാണ്, അമൂലൊക്കെ സ്ഥിതി ചെയ്യുന്ന ആനന്ദിലാണ്, ഗുജറാത്തിലെ ആനന്ദിലാണ് NDDB സ്ഥിതി ചെയ്യുന്നത്. ഇന്നൊക്കെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. NDDB launched the Operation Flood in 1970, which was the world's largest integrated dairy development program. This program successfully transformed India from a milk deficient nation to the world's largest milk producer. അതായത് ഒരു മിൽക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ടിരുന്ന ഒരു സ്റ്റേറ്റിനെ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസറായിട്ട് മാറ്റാനായിട്ട് ഈ പദ്ധതിക്ക് കഴിഞ്ഞു. ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് ഇതിന് പിന്നീട് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കുകയുണ്ടായി. അതായത് ആദ്യം ഒരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്, പിന്നീട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് മാറ്റി, ഒരു ആക്ട് ഓഫ് പാർലമെൻറ്റ് പാസ്സാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് മാറ്റുകയുണ്ടായി. ദ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് വഴി 1987 65 സ്ഥാപിച്ചു, 70 ഇത് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കി, 87 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആക്ട് നടപ്പിലാക്കി, ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുത്തു. അത്രയേറെ ഇമ്പോർട്ടൻസ് ഇതിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക, കുറച്ച് റെലവൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 8 ദ ഓപ്പറേഷൻ ഫ്ലഡ് വാസ് ലോഞ്ച്ഡ് ഇൻ, ഏത് വർഷമാണ് ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ചെയ്തത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോമൺ സൈഡിൽ തന്നെയാണ് ക്വസ്റ്റൻസ് കൂടുതലും 2020 വന്നിരിക്കുന്നത് നോക്കുക. 1987, 1982, 1985, 1970. ഒബ്വിയസ്ലി ക്വസ്റ്റൻ ചോദിച്ചിരുന്ന ഡയറി ഫാം ഇൻസ്ട്രക്ടറിൽ നിന്നാണ്. സെയിം ക്വസ്റ്റൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 70 വന്നിരിക്കുന്നത്, ഓപ്ഷൻ ഡി ആണ്. 1970 വന്നിരിക്കുന്നത്. അപ്പോൾ Operation Flood, also known as the White Revolution of India, was launched in the year 1970. It was a landmark project of India's National Dairy Development Board and was largely conceptualized and led by Dr. Verghese Kurian. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫാക്ട് തന്നെയാണ്. ഇറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 3 phases, അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഇൻ ടു ദ വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ. അപ്പോൾ ഇംപ്ലിമെൻറ്റഡ് ഇൻ 3 phases ആയിട്ടാണ്, 3 ഫേസസിലായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ ആയിരുന്നു ഇതിൻ്റെ പയനിയർ എന്ന് പറയുന്നത്. ലോഞ്ച് ചെയ്തത് 1970 അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ഇക്കണോമിക് റിഫോംസ് ആണ്. ന്യൂ ഇക്കണോമിക് റിഫോംസ് ആയിരുന്നു അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ബിഫോർ ദ അഡോപ്ഷൻ ഓഫ് ഇറ്റ്സ് ന്യൂ ഇക്കണോമിക് പോളിസി? 1. ക്ലോഷർ ഓഫ് സിക്ക് യൂണിറ്റ്സ്, നാഷണലൈസേഷൻ ഓഫ് ജോയിൻറ്റ് പബ്ലിക് പ്രൈവറ്റ് യൂണിറ്റ്സ്, നാഷണൽ റിന്യൂവൽ ഫണ്ട്, ഗോൾഡൻ ഷേക്ക് ഹാൻഡ്. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ പിക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 4, 2, 4, 3, 4 ആൻഡ് 2, 3 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂ ഇക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്, 3 and 4. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് 3 and 4 വന്നതെന്ന് നോക്കാം. അതായത് നാഷണൽ റിന്യൂവൽ ഫണ്ടും ഗോൾഡൻ ഷേക്ക് ഹാൻഡുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി 1991, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനിഷ്യേറ്റഡ് സെവറൽ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ ഫംഗ്ഷനിങ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അല്ലെങ്കിൽ PSUs. എമംഗ് ദ ലിസ്റ്റഡ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നാഷണൽ റിന്യൂവൽ ഫണ്ട്, നമ്മൾ ആദ്യം കാണിച്ച സംഭവമാണ് നാഷണൽ റിന്യൂവൽ ഫണ്ട്. അപ്പോൾ 1991 മുതൽ നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികളിൽ, അതായത് ന്യൂ ഇക്കണോമിക് റിഫോംസ് നടപ്പിലാക്കുന്ന വഴി ഒരു പക്ക സോഷ്യലിസ്റ്റ് ഒരു പാറ്റേണിൽ നിന്നും കുറച്ചും കൂടി ക്യാപിറ്റലിസം സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലീനേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എങ്ങനെ വരുത്തി, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റുകളിലൊക്കെ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു നാഷണൽ റിന്യൂവൽ ഫണ്ട് എന്ന് പറയുന്നത്. സെറ്റപ്പ് ഇൻ 1992 ബട്ട് കോൺസെപ്റ്റലൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് പ്രീ റിഫോം റീസ്ട്രക്ചറിങ് മെഷേഴ്സ്. അപ്പോൾ ഈ 1991 റിഫോം നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു ലാഭത്തിലേക്ക് മാറ്റുക, എന്താ പറയുക, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ലാഭത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യമായിട്ട് വന്നാണ് റീസ്ട്രക്ചറിങ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ വോളണ്ടറി റിട്ടയർമെൻറ്റ്, റീഹബിലിറ്റേഷൻ ഓഫ് വർക്കേഴ്സ് അഫക്റ്റഡ് ബൈ റീസ്ട്രക്ചറിങ്, സ്കിൽ അപ്ഗ്രഡേഷൻ. അപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റും ഓൾറെഡി സ്കിൽ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് ജോലി പോയ ആളുകളുടെ റീഹബിലിറ്റേഷനൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഈ നാഷണൽ റിന്യൂവൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നിരുന്നത്. അപ്പോൾ ഓവർ ക്രൗഡഡ് ആയിരുന്ന PSUകളിൽ നിന്നും ആളുകളെ പിരിച്ചുവിടുകയും അല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് റിട്ടയർമെൻറ്റ് എടുത്ത് പോകാനായിട്ട് അവരെ നിർബന്ധിക്കുകയും സ്കിൽ അപ്ഗ്രഡേഷൻ്റെ ഭാഗമായിട്ട് ജോലി പോയ ആളുകൾക്ക് എന്താണ് പ്രത്യേക പാക്കേജുകൾ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനാണ് നാഷണൽ റിന്യൂവൽ ഫണ്ട് വന്നത്. ഇറ്റ് വാസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇംപ്രൂവിംഗ് ദ PSU എഫിഷ്യൻസി, പബ്ലിക് സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ എഫിഷ്യൻസി കൂട്ടാനാണ് ശ്രമിച്ചത്. ഗോൾഡൻ ഹാൻഡ് ഷേക്ക്, വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം. അപ്പോൾ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത് എന്താണ്, എന്തിനെ സംബന്ധിക്കുന്നു, വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദിസ് പ്രൊവൈഡഡ് ആൻ ഇൻസെൻറ്റീവ് ഫോർ എംപ്ലോയീസ് ടു റിട്ടയർ വോളണ്ടറിലി. അപ്പോൾ ഓൾറെഡി ഒരുപാട് ഓവർ ക്രൗഡ് ആയിരുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആളുകളെ എന്ത് ചെയ്തിരുന്നു,
അവർക്ക് വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു, അവർക്കൊരു ഇൻസെൻറ്റീവും കൊടുത്തു. അതിനുവേണ്ടി എയിംഡ് അറ്റ് റെഡ്യൂസിംഗ് ദ ഓവർ സ്റ്റാഫിംഗ് ഓഫ് PSU നിന്ന് ഓവർ സ്റ്റാഫിംഗ് എന്ത് ചെയ്യുക, കുറയ്ക്കാന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കൺസിഡേർഡ് എ കീ സ്റ്റെപ്പ് ഫോർ ഇംപ്രൂവിംഗ് എഫിഷ്യൻസി ഇൻ മെനി ലോസ് മേക്കിംഗ് ആൻഡ് ഓവർ സ്റ്റാഫ്ഡ് പബ്ലിക് എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ PSUകളെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു മറ്റൊരു പദ്ധതിയായിരുന്നു എന്ത്, ഗോൾഡൻ ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ റിന്യൂവൽ ഫണ്ടും ഗോൾഡൻ ഹാൻഡ് ഷേക്കുമാണ് എന്ത് 1991 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ന്യൂ എക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 3 and 4 ആണ്, C ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടും ന്യൂ എക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു ഏരിയ ഫോക്കസ്ഡ് ആയിട്ടൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ 21 മുതൽ ഇതിലധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം 20 കാലഘട്ടത്തിൽ ക്വസ്റ്റ്യൻസിന് എണ്ണം കുറവായിരുന്നു. 21 മുതൽ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ 5-year പ്ലാൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഹരോദ് ഡോമർ മോഡൽ കുറച്ച് എലാബറേറ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ വ്യക്തമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പോലുള്ള ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനൊക്കെ എലാബറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള നോട്ട്സ് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. 10th ലെവൽ ആണെങ്കിലും എന്ത് ചെയ്യുക, ബേസിക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിലും കുറച്ചും കൂടി ക്വസ്റ്റ്യൻസുമായിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.